മനസ്സിനെ തളർത്തരുത് മക്കളെ. മനസ്സിനെ തളർത്തിയാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ഒരാളും മനസ്സിനെ തളർത്തില്ല. പലരും ലൈഫിലൊരു സിറ്റുവേഷൻ വരുമ്പോ മതിയാക്കാം, ഇനി മുന്നോട്ടില്ല എന്ന് തീരുമാനിച്ച് ജീവിതം മതിയാക്കാൻ തീരുമാനിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ജീവിതം മതിയാക്കാൻ വളരെ എളുപ്പമാണ്, ജീവിക്കാനാണ് ഏറ്റവും വലിയ പാട്. പലരും ലൈഫിൽ പല സിറ്റുവേഷൻസും വരുമ്പോ തളർന്ന് തകർന്നടിഞ്ഞ് ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത വിധം മനസ്സിനെ തളർത്തി ശരീരവും മനസ്സും ചങ്ങലക്കിട്ട് ആ ചങ്ങലയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാ ഈ വീഡിയോ. ഒരിക്കൽ കേരളത്തിലെ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ന്യൂറോ സർജൻസിനെയും എൻ്റെ MRI റിപ്പോർട്ട് കാണിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് സർജറി ചെയ്താൽ നിങ്ങളുടെ വേദന കുറഞ്ഞു കിട്ടും, പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ മാറുന്ന കാര്യം ഇംപോസിബിൾ. ഞാൻ അവസാനം കണ്ട ആയുർവേദ ഡോക്ടറും പറഞ്ഞത് ഇതാണ്: എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പഴയ പോലെ ആരോഗ്യവതിയാകാൻ പറ്റൂ എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് കാണുന്നുണ്ട് ടീച്ചർമ്മ എത്ര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നടക്കുന്നുണ്ട് എന്ന്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ എൻ്റെ മനസ്സിനെ തളർത്താതിരുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രണ്ട് തീരുമാനങ്ങൾ എടുക്കാം. ഒന്ന്, തളർന്ന് തകർന്നടിഞ്ഞ് തരിപ്പണമായി നമുക്ക് സ്വയം ശപിച്ച് അങ്ങനെ ജീവിക്കാം. രണ്ടാമതായിട്ട് അതിശക്തമായിട്ട് തിരിച്ചു വരാം. ആരാണോ സ്വന്തം മനസ്സിനെ തളർത്താതെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരെയാണ് വിജയം കാത്തിരിക്കുന്നത്. ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ലൈഫിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് അവരുടെ ഒരു കാല് മുറിച്ചു മാറ്റിയ അവസ്ഥ, പൊയ്ക്കാലും കെട്ടിവെച്ചിറങ്ങും. കാര്യം എന്താ? തോറ്റു കൊടുക്കാൻ മനസ്സില്ല അവർക്ക്. എത്രയോ പേരെ നമ്മൾ കാണാറുണ്ട്. വേദനയും കടിച്ചു പിടിച്ച പൊയ്ക്കാലിൽ നടക്കുന്നവര് പിന്നീട് അത് ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയായി അവര് ഡാൻസ് ചെയ്യുന്നു. അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമാണ് അതൊക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ഡോക്ടേഴ്സ് വിധി എഴുതും ക്യാൻസറിന്റെ 4th സ്റ്റേജ്, ഇനി മുന്നോട്ടില്ല എന്ന്. പക്ഷെ തന്റെ മനസ്സിനെ അതിശക്തമായി മുന്നോട്ട് പോയതുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ചിലരോട് ഡോക്ടർ പറയും ഇനിയില്ല, തീർന്നു. 1 വർഷം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് 1 മാസം പോലും ജീവിച്ചിരിക്കാതെ കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെയാണ് നമ്മുടെ മനസ്സിന്റെ അനന്തമായ ശക്തി കിടക്കുന്നത്. മനസ്സിനെ തളർത്തുന്നവൻ തകർന്നടിഞ്ഞു പോകും, ജീവിതത്തിൽ എങ്ങും എത്തില്ല. ഒരിക്കൽ എൻ്റെ ലൈഫിൽ വലിയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ മകനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ജീവിതം മടുത്ത തീരാമെന്ന് കരുതി ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ഓടിട്ട വീട്ടിൽ ഞാൻ ഇങ്ങനെ തൂങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചു. മതിയാക്കാമെന്ന് വിചാരിച്ചു. തൂങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു തോട്ട് വന്നു: വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞിനെ എന്തിനു ശിക്ഷിക്കണം? എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെയായി, പക്ഷെ ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഞാൻ ജീവിക്കണം. ആ ഒരു ജീവൻ എടുക്കാൻ എനിക്ക് അധികാരമില്ല. അങ്ങനെ അന്ന് ഞാൻ ആ ഒരു ആത്മഹത്യ വേണ്ട എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ്. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ മക്കളെ, നിങ്ങൾ ഇന്ന് കാണുന്ന ടീച്ചർമ്മയുടെ ഗ്ലാമറസ് ലൈഫ് ഉണ്ടല്ലോ, ഇതെനിക്ക് കിട്ടുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ആരൊക്കെയോ ജീവിതം മടുത്ത് ഇനി മുന്നോട്ടില്ല എന്ന് കരുതിയിരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി രാവിലെ മുതൽ എൻ്റെ മനസ്സിൽ ഇൻട്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. എത്ര മോശം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ആ സാഹചര്യത്തേക്ക് അതിശക്തമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. നിങ്ങളെ കളിയാക്കുന്നവരുടെ മുന്നിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്നവരുടെ മുന്നിൽ, നിങ്ങളെ വിഷമിപ്പിക്കുന്നവരുടെ മുന്നിൽ, നിങ്ങളെ കുറ്റം പറയുന്നവരുടെ മുന്നിൽ വിജയിച്ച് കാണണം, വിജയിച്ച് കാണിക്കണം. ഒരു പരാജിതനെ പോലെ തലയും കുമ്പിട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ ആർക്കും പറ്റും. അങ്ങനെ പോകരുത്. അങ്ങനെ പോകാൻ വന്ന വ്യക്തിയല്ല നിങ്ങൾ. അതൊക്കെ വളരെ എളുപ്പമാണ്. ജീവിച്ച് കാണിക്കണം. ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്കേ ജീവിതത്തോടൊരു വാശി വരുള്ളൂ. ലൈഫിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ട് സോണിനുള്ളിലേക്ക്, അതിന്റെ തോടിനുള്ളിലേക്ക് വലിയുന്ന പോലെ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്നത് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിശക്തനായ ഒരു വ്യക്തിയായി മാറുകയാണ്. അതിനു വേണ്ടിയിട്ടാ ലൈഫിൽ സിറ്റുവേഷൻസ് വരുന്നത്.
ഇന്ന് ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അവരുടെയൊക്കെ പിറകില് അവരനുഭവിച്ച കഷ്ടതയുടെ, ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ ഒരുപാട് കഥകൾ കിടപ്പുണ്ട്. പല കഥകളും നമുക്ക് അറിയാത്ത കഥകളാ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ മാറ്റി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മൈൻഡ് പവർ കൊണ്ട് നേടാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് അത്രയും ശക്തമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് എന്തും, നിങ്ങൾക്ക് വേണ്ടുന്ന പരിപൂർണ ആരോഗ്യമാണോ, അത് നിങ്ങൾക്ക് നേടാം. നിങ്ങൾക്ക് എല്ലാ റിലേഷൻഷിപ്പും പെർഫെക്റ്റ് ആക്കണോ, നടക്കും. നിങ്ങൾക്ക് ജോലി വേണോ, ബിസിനസ്സിലെ വളർച്ച വേണോ, വീട്ടിൽ സന്തോഷം വേണോ, സമാധാനം വേണോ, സ്വർഗതുല്യമായ ജീവിതം വേണോ, എല്ലാം നേടിയെടുക്കാൻ പറ്റും. കരച്ചിൽ നിർത്ത്, കണ്ണീര് നിർത്ത്. കുറെ ആയില്ലേ കരയുന്ന, എന്ത് നേടി ഈ കണ്ണീരും കരച്ചിലും കൊണ്ട്? ഈ ഭൂമിയിൽ കണ്ണീരും കരച്ചിലും കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്ക്. എത്ര സിറ്റുവേഷൻസ് വന്നാലും കണ്ണീരും തുടച്ചുകൊണ്ട് ചിരിക്കാൻ പഠിക്കും. നമ്മൾ കിടന്ന് കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും അല്ല ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മുടെ ജീവിതം ആസ്വദിക്കാനാ. പലരും പറയും ഇത്രയും മോശം സാഹചര്യങ്ങൾ നടക്കുമ്പോൾ പിന്നെ ഞാൻ ചാടിത്തുള്ളി ഹാപ്പി ആയിട്ട് നടക്കണോ? പലരും പറയുന്നത് എന്റെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ അന്ന് ഞാൻ ഹാപ്പി ആകാമെന്ന. ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞിട്ടല്ല ഹാപ്പി ആകേണ്ടത്. ബി ഹാപ്പി ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഈ നിമിഷത്തിൽ സന്തോഷിക്കാൻ പഠിക്കണം. എന്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷൻ, കട്ടിലിൽ തളർന്നു കിടന്ന സമയത്ത് എനിക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റില്ല. അത്രയും വേദനയും കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ ചിരിക്കാൻ തുടങ്ങി. ഇന്ന് ലോകം എനിക്കൊപ്പം ചിരിക്കുന്നുണ്ട്, ലക്ഷങ്ങൾ എനിക്കൊപ്പം ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പുഞ്ചിരി ലക്ഷങ്ങളുടെ മുഖത്ത് പുഞ്ചിരി ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ, എൻ്റെ ഒരു പോസിറ്റിവിറ്റി ലക്ഷങ്ങളെ ഇൻസ്പയർ ചെയ്യുമെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. മനസ്സിനെ തളർത്തിയവൻ തകർന്നടിഞ്ഞു പോകും. മനസ്സിനെ അതിശക്തമായിട്ട് സ്ട്രോങ് ആക്കി വെച്ചേക്കുന്നവൻ വിജയിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ തളർന്നിരിക്കാതെ ചാടി എഴുന്നേക്ക്, ചിന്തിക്ക് ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, എനിക്ക് എന്താണ് എൻ്റെ ലൈഫിലെ പ്രശ്നം. ഒരു ബുക്ക് എടുത്ത് വെച്ച് എഴുത്, എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ ഇതാണ്, ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി ഞാൻ വിജയിച്ച് കാണിക്കും. നിങ്ങളെ കളിയാക്കിയവര് നിങ്ങൾക്ക് വേണ്ട നാളെ കൈയടിക്കുന്ന ദിവസം അകലെയല്ല. അതിനുവേണ്ടി നിങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം എൻ്റെ മക്കളെ. നിങ്ങളുടെ വലത് കയ്യിൽ ഈശ്വരനും ഇടത് കയ്യിൽ ടീച്ചർമാരും പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. എന്ത് പ്രതിസന്ധി വന്നാലും ഇതിനെയൊക്കെ ഞാൻ ചാടിക്കടക്കും, ഇതും ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ് കേട്ടിട്ടില്ലേ? അതുപോലെയാ. എന്ത് വന്നാലും അതിനെയും ചാടിക്കടന്ന് മുന്നോട്ട് പോവാ. നമ്മുടെ വണ്ടിക്ക് റിവേഴ്സ് ഗിയറിൽ എന്നും നമ്മൾ മുന്നോട്ടാ. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിൽ വരും. പ്രശ്നങ്ങളില്ലാത്തൊരു മനുഷ്യനെ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ? എല്ലാവർക്കും ഉണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പലരും പല രീതിയിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും, നമ്മളെ തകർക്കാൻ ശ്രമിക്കും. നെഗറ്റീവ് മനുഷ്യരാ അവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം, ഇവളിപ്പൊ തകരും അല്ലെ ഇവനിപ്പൊ തകരും. നോക്കിയിരിക്കാനേ പറ്റൂ. അതിൽ നിന്നൊക്കെ ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ 1000 ഇരട്ടി മുന്നോട്ട് പോയി ഇവിടെ ഒരു എംപയർ ബിൽഡ് ചെയ്യണമെന്ന് അവരറിയുന്നില്ല. അവര് കളിയാക്കട്ടെ മക്കളെ, അവര് ചിരിക്കട്ടെ. നിങ്ങളെ കുറ്റം പറയും കളിയാക്കിയൊക്കെ ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവാ. നെഗറ്റീവ് മൈൻഡ് സെറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവൻ സ്വയം വളരും, മറ്റുള്ളവരെ വളരാൻ സഹായിക്കും. അവന്റെ മനസ്സ് ശുദ്ധമാണ്. അവന് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവനവന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താ പോകുന്നത്. അപ്പോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നെഗറ്റീവ് മൈൻഡ് സെറ്റും കൊണ്ട് ഇരിക്കല്ലേ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഉയർച്ച തരില്ല. ജീവിതത്തിൽ വളരണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എപ്പോഴും നല്ല സന്തോഷമായിരിക്കും, മുഖത്തൊരു പുഞ്ചിരി വിടർത്തുക. നിങ്ങളുടെ ടീച്ചറമ്മ നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടല്ല ചിരിക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും. അപ്പോഴും ഞാൻ എന്നോട് പറയും, എനിക്കിനി കരയാൻ വയ്യ. 38 വർഷം എൻ്റെ ജീവിതത്തിൽ കരഞ്ഞു ജീവിച്ച വ്യക്തി. എനിക്കിനി കരയാൻ വയ്യ, എനിക്കിനി സന്തോഷിക്കണം. അതുകൊണ്ട് ഞാൻ എന്നെ ഹാപ്പിയാക്കി വെക്കാൻ സാഹചര്യങ്ങൾ ഇങ്ങനെ അടപ്പടലേ വരും. അതിലും ഞാൻ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിച്ച് കാണിച്ചു തരികയാണ് മക്കളെ, എങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ നെഗറ്റീവ് സാഹചര്യങ്ങളിലും പോസിറ്റീവായിരിക്കാമെന്ന്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ എത്ര മോശം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും മനസ്സിനെ തളർത്തരുത്, മനസ്സിനെ സ്ട്രോങ് ആക്കുക. മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ നിരന്തരം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷം കഴിയുന്നതോറും ഞാൻ കൂടുതൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ വിജയിക്കും, എൻ്റെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എങ്ങനെയാ മിറാക്കിൾ ഒരാളുടെ ലൈഫിൽ സംഭവിക്കും നിങ്ങൾക്ക് അറിയാവോ?
ഇന്ന് എൻ്റെ ലൈഫിൽ പല മിറാക്കിളും സംഭവിക്കുന്നത് കാണുമ്പോൾ പലരും പറയും, അയ്യോ സുജയുടെ സമയം നല്ലതായതുകൊണ്ടാണ് മിറാക്കിൾ സംഭവിക്കുന്നത്. മക്കളെ, ലൈഫിൽ നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ, മറ്റുള്ളവരെ വളരാനാണ് നമ്മൾ സഹായിക്കുന്നതെങ്കിൽ, ഓരോ മനുഷ്യരും വളരുമ്പോൾ അവർ ചിലപ്പോൾ ഡയറക്റ്റ്ലി നമ്മളോട് താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ പോലും ആ ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിലേക്ക് വരും. ആ അനുഗ്രഹങ്ങളാണ് മക്കളെ മിറാക്കിൾസ് ആയി തീരുന്നത്. യൂട്യൂബ് വീഡിയോയിലൂടെയും ക്ലാസ്സിലൂടെയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. നന്മയിൽ ജീവിക്കാൻ, സത്യത്തിൽ ജീവിക്കാൻ, ഏറ്റവും നല്ല ശുദ്ധ മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കാൻ. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണോ, ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ, നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ, നല്ല പ്രസരിപ്പോടെ, നല്ല എനർജറ്റിക് ആയിട്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. ടീച്ചറമ്മയുണ്ട് കൂടെ. ലവ് യു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനലിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കളോ പരിചയക്കാരോ നാട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്തുകൊണ്ട്, ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും മക്കളെ അവരുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ആക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള അതിശക്തമായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. ആ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നല്ല നല്ല കമന്റ്സ് ഇതിന് താഴെ വരണം. നിങ്ങളുടെ ആ കമന്റ്സും ആ സ്നേഹവും കാണുമ്പോഴാണ് ടീച്ചറമ്മയ്ക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഉത്സാഹം കിട്ടുന്നത്. നിങ്ങളുടെ ആ സ്നേഹം കമന്റിൽ ടീച്ചറമ്മയ്ക്ക് വേണം. ഒരുപാട് പേര്, ചില ബന്ധുക്കളൊക്കെ ഇങ്ങനെ നമ്മുടെ കമന്റിനകത്ത് ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് എഴുതിയേക്കുന്ന കണ്ടിട്ട് ആ കമന്റ് ഒക്കെ വായിച്ചിരുന്ന് ചിരിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല നല്ല കമന്റ്സ് ഇതൊക്കെ കണ്ടിട്ട് അവർ മനസ്സിലാക്കട്ടെ എന്താണ്, ആരെയാണ് അവർ ഈ കളിയാക്കി ചിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.